എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, പെണ്ണേ നിന്റെ തലയിലെ ഒരു മുടി പോലും ഔറത്താ, അന്യപുരുഷനെ കാണിക്കല്ലേ. പെണ്ണേ നിന്റെ ശബ്ദം പോലും ഔറത്താ. അതുകൊണ്ടാണ് അന്യപുരുഷനോടൊരു പെണ്ണ് സലാം പറയരുത്, അന്യപുരുഷനോട് ഒരു പെണ്ണ് സലാം പറയരുത്. കാരണം പെണ്ണിന്റെ ശബ്ദം ഔറത്താ. തലയിലെ ഒരു മുടി പോലും നീ വെളിയിൽ കാണിച്ചുകൊണ്ട് നടക്കരുത്. കാരണം അങ്ങനെ നടന്ന നാളെ പടച്ചറപ്പിന്റെ നരകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ അതാ മാറിടമ തുറന്നു കാണിച്ച പെണ്ണല്ല, ശരീരത്തിന്റെ ഭാഗങ്ങളെ തുറന്നു കാണിച്ച് നടന്ന പെണ്ണിന് കൊടുക്കുന്ന ശിക്ഷയല്ല. തന്റെ തലയിലെ ഒരു രോമം വെളിയിൽ കാണിച്ചുകൊണ്ട് നടന്ന ഒരു പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? നരകത്തിന്റെ ഒരു തൊപ്പി അവളുടെ തലയിലേക്ക് വെച്ച് കൊടുക്കുകയാ. തലച്ചോറ് ഉരുകി ഒലിക്കുകയാ. വ്യഭിചരിച്ചതിന്റെ ശിക്ഷയല്ല, കണ്ടുകുടിച്ചതിന്റെ ശിക്ഷയല്ല, കറങ്ങി നടന്നതിന്റെ ശിക്ഷയല്ല, ശരീരം പ്രദർശിപ്പിച്ചതിന്റെ ശിക്ഷയല്ല. ഒരു മുടി തന്റെ തലയിലെ ഒരു രോമമുണ്ടല്ലോ, അത് വെളിയിൽ കാണിച്ചുകൊണ്ട് നടന്നതിന് പടച്ചറപ്പ് കൊടുത്ത ശിക്ഷയാ. പെണ്ണേ, മെഹ്റാജിന്റെ രാത്രിയില് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനോട് പറയുകയാണ്, സഹാബാ, നരകത്തിലധികം പെണ്ണുങ്ങളാണ് സഹാബാ. നരകത്തിൽ ഞാൻ കൂടുതൽ കണ്ടത് പെണ്ണുങ്ങളെയാ. മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരുമ്പോ, ഒന്ന് രക്ഷപ്പെടാൻ നിന്നെ കൊണ്ട് കഴിയുമോ? ഒന്ന് നന്നാകാൻ നിന്നെ കൊണ്ട് കഴിയുന്നുണ്ടോ? പടച്ചവനെ, വിവാഹത്തിന്റെ ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന, കല്യാണ വീടുകൾ നടക്കുന്ന രംഗമൊക്കെ കാണ ചെറുപ്പക്കാരാ, പടച്ചവനെ സങ്കടം തോന്നുകയാണ്. എന്ത് തോന്നിവാസങ്ങളാണ് നടക്കുന്നത്, എന്താർപ്പാടങ്ങളാണ് നടക്കുന്നത്, എന്തരാചാരങ്ങളാണ് നടക്കുന്നത്. ഈ മുസ്ലിം സമുദായത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാ. പള്ളിയിലെ ഖതീബ് വഅ്ള് പറഞ്ഞിട്ട് കാര്യമില്ല, ആരൊക്കെ എന്തുപദേശിച്ചിട്ടും കാര്യമില്ല, വീട്ടിലെ കാരണവന്മാര് പറഞ്ഞു കൊടുത്തിട്ടും നന്നാകുന്നില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിന്റെ മുന്നിൽ സത്യം ഇതാണെന്ന് ഖുർആനിന്റെ ആയത്തോതിയിട്ട് പറഞ്ഞു തന്നിട്ടും നീ ഒരു വില കൊടുക്കാതെ വന്നപ്പോ അള്ളാഹ് നിന്നെ കൈവിട്ടു. മോനെ, ഇനി കേറൂല. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹ് കാക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇനി ഒരു നന്മ അങ്ങോട്ട് കേറൂല. അതുകൊണ്ടാണ് നന്നാകാത്തെ. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നന്നാകാത്തത്. അള്ളാഹു നമുക്ക് പുറത്തുവരുമാറാകട്ടെ. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ നിങ്ങൾ കാണിച്ചു നോക്കി. എന്തൊക്കെയാപ്പാ, എന്തൊക്കെ ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങൾ, എന്തെല്ലാമാണ്, എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. പടച്ചവനെ, ആണും പെണ്ണും ചെയ്തുകൊണ്ട് നടക്കുന്ന ഓരോ കാര്യങ്ങൾ സങ്കടം തോന്നുകയാണ്. എന്റെ ഈ ഉമ്മത്ത് ഇങ്ങനായിപ്പോയി. ഇതെടാ, വേറെ ആരെങ്കിലും കാണിക്കാറുണ്ടോ ഇതുപോലെ? നമ്മളെ പോലെ ഇത്രയും അഹങ്കാരവും പണത്തിന്റെ കൊഴുപ്പ് കാണിക്കണ വേറെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. നമുക്കങ്ങനെ ഉസ്താദ് പറഞ്ഞാലും അല്ല പറഞ്ഞാലും മുത്തുനബി പറഞ്ഞാലും നമുക്കൊരു ചുക്കുമില്ല. നമ്മളിങ്ങനെ തന്നെ. ആരൊക്കെ പറഞ്ഞാലും യാതൊരു മാറ്റവും നമ്മുടെ ജീവിതത്തിലില്ല. അങ്ങനെ നടന്നു കഴിഞ്ഞാ സൂക്ഷിച്ചോ, അല്ല നിന്നെ കൈവിട്ടേക്കും. അല്ല കൈവിട്ടാ നീ പോയി. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖുർആൻ പറയുന്നു 3. അള്ളാന്റെ ഖുർആൻ അവിടുന്ന് മൂന്നാമതായി പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് പറയുന്നു, നീ ഇങ്ങനെ സുഖിച്ച് ആസ്വദിച്ച് നടന്നോടാ. നിനക്ക് തോന്നുന്നത് പോലെ എന്ത് വേണമെങ്കിലും ചെയ്തുകൊണ്ടിങ്ങനെ ഈ കൈ പൂച്ചക്കാടും ഈ പരിസരങ്ങൾ മുഴുവനും നിനക്ക് നടക്കാം. ഈ പള്ളിക്കരയിലും കല്ലിങ്കാലും പൂച്ചക്കാടൊക്കെ നിനക്കിങ്ങനെ സുഖിച്ച് നടക്കാം. വേണമെങ്കിൽ തലമറയ്ക്ക്, വേണമെങ്കിൽ ശരീരം മറയ്ക്ക്, വേണമെങ്കിൽ മുടിവെട്ട്, എങ്ങനെ വേണമെങ്കിലും നിനക്ക് നടക്കാം. അല്ലാഹു പറയുകയാ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടാ. അല്ലാഹു പറയുകയാണ്. അതാ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, വമൻ അളിലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ.
അല്ലാഹു പറയുകയാണ്, നിനക്കൊരു സന്തോഷ വാർത്ത പറഞ്ഞു തരികയാ. അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ നടക്കുന്ന ആണിനോടും പെണ്ണിനോടും അല്ല പറയുകയാ, ഞാൻ നിനക്കൊരുക്കി വെച്ചിട്ടുണ്ട് കഠിനമായിട്ടുള്ള ശിക്ഷ നിനക്ക് തരുമെന്ന് പടച്ചവനാ പറയുന്നത്. അല്ല പറയുകയാ, നിനക്ക് ഞാൻ തരുമടാ, എന്റെ ശിക്ഷ എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാ എന്ന് പടച്ചറപ്പ് പോലും നമ്മളോട് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുമ്പോ പടച്ചവനെ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ മതിമറന്നുകൊണ്ട് നടക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എവിടൊക്കെ പോയാലും എന്തൊക്കെ ചെയ്താലും മോനെ പടച്ചറബ് പറയുകയാ, നിങ്ങൾക്ക് ഖുർആനിന്റെ മഹത്വമറിയുമോ? നിങ്ങൾ എത്രയൊക്കെ ജീവിച്ചാലും എന്തൊക്കെ ചെയ്താലും ഖുർആനിന്റെ മഹത്വമറിയുമോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിന്റെ ചരിത്രം അറിയുമല്ലോ. ഒരു യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്ത് കടന്നു പോവുകയാണ്. യുദ്ധക്കളത്തിലേക്ക് സ്വഹാബത്ത് പോകുമ്പോ ഒരു നാട്ടിലങ്ങ് തമ്പ് ചെയ്യുകയാ, ഒരു നാട്ടിൽ സ്റ്റേ ചെയ്യുകയാണ്. പടച്ചവനെ, സ്വഹാബികൾ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു ജൂത സ്ത്രീ ഇങ്ങനെ നടന്നു പോവുകയാണ്. കാണാനടകുള്ള സുന്ദരിയായ ഒരു ജൂത പെണ്ണിനെ കാണുകയാ. വല്ലാത്ത ഗ്ലാമറാ, കണ്ടാൽ ആർക്കും കൊതി തോന്നുന്ന പെണ്ണാ. ആ പെണ്ണിനെ കണ്ടപ്പോ സ്വഹാബികളിൽ ഒരു ചെറുപ്പക്കാരൻ അവളോട് സ്നേഹം തോന്നുകയാണ്. ആ പെണ്ണിനോട് വല്ലാത്ത സ്നേഹം തോന്നുകയാ. പടച്ചവനെ, അവസാനം ആ പെണ്ണിന്റെ ചാരത്ത് ചെന്നിട്ട് അവിടെ നിന്ന് പറയുന്നു, എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം, എന്റെ കൂടെ നിനക്ക് കൂടാൻ പറ്റുമോ? ആ സമയത്ത് ആ സ്വഹാബിയോട് ആ ജൂതപ്പെണ്ണ് പറയുന്നു, എന്റെ കൂടെ നിനക്ക് ജീവിക്കണമെങ്കിൽ എന്റെ മതത്തിലേക്ക് നീ കടന്നു വരണം. നിന്റെ മുസ്ലിം മതം ഇസ്ലാം മതം കളഞ്ഞിട്ട് നീ എന്റെ മതം സ്വീകരിച്ചാ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാം. ആരൊക്കെ പറഞ്ഞിട്ടും ആ സ്വഹാബി കേൾക്കുന്നില്ല. ആരൊക്കെ പറഞ്ഞിട്ടും ആ സ്വഹാബി കേൾക്കാൻ തയ്യാറായില്ല. അവസാനം പെണ്ണ് കെട്ടുന്നതിന് വേണ്ടി മതം മാറി, പെണ്ണ് കെട്ടുന്നതിന് വേണ്ടി മതം മാറി. പടച്ചവനെ, പെണ്ണിന്റെ കൂടെ ആസ്വദിച്ച് ജീവിക്കുകയാ. യുദ്ധം പരാജയപ്പെട്ടു. സ്വഹാബികൾ നാട്ടിലേക്ക് തിരിച്ചു പോയി. ഒരുപാട് നാള് കഴിഞ്ഞപ്പോ അതാ ഗ്രാമത്തിലൂടെ സ്വഹാബികൾ നടന്നു പോകുമ്പോ അന്ന് യുദ്ധത്തിന് വന്ന ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. അന്ന് യുദ്ധത്തിന് പങ്കെടുക്കാമെന്ന ഒരു സ്വഹാബി പറയുകയാ, ഞങ്ങളുടെ കൂടെ പണ്ടുണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ മതം മാറി വിവാഹം കഴിച്ചിട്ടുണ്ട്, അവനെ ഒന്ന് കാണണമല്ലോ. ഓർമ്മ വരികയാണ്, അന്വേഷിച്ച് നടക്കുകയാണ്. അവസാനം അവിടെ നിന്ന് കണ്ടെത്തുകയാ. അവസാനം അവിടെ നിന്ന് കണ്ടെത്തി. ആ ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, ജീവിതത്തിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്വേഷിച്ചു. അവസാനം ചോദിക്കുകയാ, നിങ്ങൾ ഹാഫിളായിരുന്നല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചിരുന്ന ആളായിരുന്നല്ലോ. നിങ്ങൾക്ക് ഖുർആനിൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഏതെങ്കിലും സൂറത്ത് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും അധ്യായം ഓർമ്മയുണ്ടോ? ആ സമയത്ത് ആ മനുഷ്യൻ പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സർവ്വ ആയത്തുകളും ഞാൻ മറന്നുപോയി, സർവ്വ സൂറത്തുകളും ഞാൻ മറന്നുപോയി. പക്ഷേ ഒരേ ഒരായത്ത് മാത്രമേ എന്റെ ഹൃദയത്തിൽ എനിക്ക് ഓർമ്മയുള്ളൂ. അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ച സ്വഹാബി പറയുകയാ, ജൂതമതത്തിലേക്ക് കടന്നു ചെന്ന് ആ പെണ്ണിനെ വിവാഹം കഴിച്ച് അവളുടെ കൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന സ്വഹാബിയോടാണ് അല്ലാഹുവിന്റെ ഖുർആനിലെ എന്തെങ്കിലും നിനക്ക് ഓർമ്മയുണ്ടോ? മനുഷ്യൻ പറയുകയാ, എല്ലാം മറന്നു, എല്ലാ ആയത്തുകളും മറന്നു. ഒരേ ഒരായത്ത് ഓർമ്മയുണ്ട്, ഒരേ ഒരായത്ത് ഓർമ്മയുണ്ട്. പടച്ചവനെ, ഏതായത്തറിയോ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. എല്ലാം ഞാൻ
മറന്നുപോയി. പരിശുദ്ധമായ ഖുർആനിലെ സർവായത്തുകളും ഞാൻ മറന്നുപോയി. എനിക്കൊന്നേ ഓർമ്മയുള്ളൂ, ഒരേ ഒരായത്തെ ഓർമ്മയുള്ളൂ. അത് ഏതായത്തെന്നറിയുമോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാലും എന്ത് ചെയ്താലും എങ്ങനെ നടന്നാലും അവസാനം എന്റെ മുന്നിൽ തന്നെ തിരിച്ചു വരുമടാ. അല്ലാഹു പറയുകയാ, നീ എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും, നീ എന്തൊക്കെ പ്രവർത്തിച്ചാലും, ആരൊക്കെ നിന്റെ കൂടെയുണ്ടെങ്കിലും അവസാനം നീ എന്റെ അടുക്കൽ തന്നെ തിരിച്ചു വരുമടാ. ഇത് പടച്ച റബ്ബിന്റെ ഓർമ്മപ്പെടുത്തലാ. ഇത് ഭീഷണിയാടാ, ഇത് ഭീഷണിയാടാ. വാപ്പാ, നീ ദുനിയാവിൽ കടന്ന് എന്തൊക്കെ ചെയ്തു കൂട്ടിയാലും അവസാനം എവിടെ പോകണമെന്നറിയോ? ഈ ലോകത്തിന്റെ അധിപന്റെ മുന്നിൽ നീ തിരിച്ചു പോകേണ്ടവരാ. ആ ഓർമ്മയാണ് നിനക്ക് വേണ്ടത്, ആ ഓർമ്മയാണ് നിനക്ക് വേണ്ടത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കാതെ വരുമ്പോ അല്ലാഹു നിനക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് ഭയാനകമായ നരകമുണ്ടല്ലോ. സഹിക്കാൻ കഴിയാത്ത ശിക്ഷ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. അല്ലാഹുവേ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന് പറയുന്ന മലക്ക് പടച്ചവനെ മരിക്കുന്ന കാലം വരെ ചിരിക്കൂല. അതിന്റെ കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ നരകം കണ്ടത് കൊണ്ടാ. അതുകൊണ്ട് മറക്കുന്നവർക്ക് നടക്കാ, ആസ്വദിച്ച് നടക്കുന്നവർക്ക് നടക്കാ, തലമറയ്ക്കാത്തവർക്ക് മറക്കാതെ നടക്കാ. എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാ, ഒന്നും പറയാൻ പാടില്ലല്ലോ. പടച്ചവനെ, അതൊക്കെ നിനക്കിന്ന് ഇന്ത്യ രാജ്യം തന്നിരിക്കുന്ന സ്വാതന്ത്ര്യമാ. എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ നീ ഓർത്തു വെച്ചോ, ഒരു ദിവസം അല്ലാഹുവിന്റെ മുന്നിലേക്ക് മടങ്ങേണ്ടവനാ. അസ്റായിൽ വരുമല്ലോ, കൊണ്ടുപോകുമല്ലോ, ഖബറിൽ കുളിച്ചിടുമല്ലോ. എഴുന്നേറ്റ് ചെമ്പിന്റെ തറയിൽ അല്ലാഹുവിന്റെ മുന്നിൽ പോയി നിൽക്കണമല്ലോ. ഈ ഓർമ്മ നിനക്ക് വേണം സഹോദരാ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ അവഗണിക്കുന്നവരോട് അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? നിനക്ക് അല്ലാഹു ഭയാനകമായ ശിക്ഷ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നാലാമതായിട്ടല്ല പറയുകയാ, അല്ലാഹു നിന്നെ ഉപമിക്കുകയാണ്. ഖുർആൻ കേട്ടിട്ട്, ഖുർആൻ പഠിച്ചിട്ട്, ഖുർആനിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിനെ നിസാരമായി കാണുന്ന മനുഷ്യ, അല്ലാഹു പറയുകയാ, ഫമാലഹും അനിത്തദ്കിറതി മുഅരിദീൻ കഅന്നഹും ഹുമുറും മുസ്തൻഫിറാ. അല്ലാഹു നിന്നെ കഴുതയോടാണ് ഉപമിച്ചത്. കഴുത എന്ന് പറയുന്ന മൃഗമുണ്ടല്ലോ, ആ മനുഷ്യ, നീ കഴുതയാടാ, നീ കഴുതയാടാ. പെങ്ങളെ, നീ കഴുതയാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എവിടെന്ന് ഉപമിക്കുകയാ. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, അല്ലാഹു നിന്നെ കഴുതയോട് എവിടെന്ന് ഉപമിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിനെ അവഗണിച്ചപ്പോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുന്ന അഞ്ചാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? നിന്റെ മുൻഗാമികളിൽ സംഭവിച്ച, നിന്റെ മുൻഗാമികൾക്ക് വന്ന് സംഭവിച്ച, അല്ലാഹുവേ, അതുപോലെ സമാനമായ ശിക്ഷകൾ നിന്നെ തേടി വരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ.
കൊറോണ വരാനുള്ള കാരണം എന്താ? പടച്ചവനെ, മരുന്നുകളില്ലാത്ത ഒരു രോഗം എവിടെ നിന്ന് വന്നെന്നറിയുമോ? ഇത് വരാനുള്ള കാരണം എന്താ? നമ്മൾ അല്ലാഹനെ മറന്നത് കൊണ്ടോ, അല്ലാഹനെ ധിക്കരിച്ചത് കൊണ്ടോ, അല്ലാഹുവിന്റെ ഖുർആനിനെ നിസാരമാക്കി കണ്ടത് കൊണ്ടോ? പടച്ച റബ്ബ് നിനക്ക് ഈ ശിക്ഷ തന്നത്. അല്ലാഹു വെള്ളപ്പൊക്കം തന്നു, ആദ്യം സുനാമി തന്നു, പിന്നെ വെള്ളപ്പൊക്കം തന്നു, പിന്നെ ഭൂമി കുലുക്കം തന്നു, പിന്നെ ഉരുൾപൊട്ടലായി, പിന്നെ പടച്ചവനെ ഓരോ പരീക്ഷണങ്ങൾ കടന്നു വന്നു, കൊടുങ്കാറ്റുകൾ കടന്നു വന്നു, നിപാ വൈറസ് വന്നു. പടച്ചവനെ ഒന്നിനു പുറകെ ഒന്നൊന്നായി പടച്ച റബ്ബ് ഇങ്ങനെ പരീക്ഷണങ്ങൾ തരികയാ. കൊറോണയുടെ ഒരു വിഭാഗം കഴിഞ്ഞു, രണ്ടാമത്തെ വിഭാഗം കഴിഞ്ഞു. പടച്ചവനെ, ഇനിയും വരികയാണ് മൂന്നാമത്തെ വിഭാഗം. ലോകം മുഴുവനും ഭയന്ന് വിറച്ചുകൊണ്ടിരിക്കുമ്പോ എന്തേ ഇതിന്റെ കാരണമെന്തെന്നറിയുമോ? ഈ പ്രപഞ്ചം മുഴുവൻ വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ പടച്ച റബ്ബുണ്ടല്ലോ. നീ അല്ലാഹനെ മറന്നടാ, നീ അല്ലാഹന്റെ ഖുർആനിനെ മറന്നടാ. അല്ലാഹുവിന്റെ കൽപ്പന നിനക്ക് നിസാരമായി പോയി. നിനക്ക് അഹങ്കാരമല്ലോ, നിനക്ക് ധിക്കാരമല്ലോ, അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് ജീവിക്കണമല്ലോ, നിനക്ക് ആഡംബര ജീവിതം നയിക്കണമല്ലോ, നിനക്ക് സുഖിക്കണമല്ലോ. പടച്ച റബ്ബ് തന്ന ജീവിതം ചെറുതാണ്. അതുകൊണ്ട് പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് ഈ ജീവിതം ആസ്വദിക്കണമെന്ന് പറയുന്ന മനുഷ്യ, അല്ലാഹു നിന്നെ ആസ്വദിപ്പിക്കുമടാ. അല്ലാഹു നിന്നെ പിടിക്കുകയാ, അല്ലാഹു നിന്നെ പിടിക്കുകയാ. ഈ ശിക്ഷയുടെ കാരണം നമ്മൾ തന്നെയാണ്. ഈ പടച്ച റബ്ബിന്റെ പരീക്ഷണം വരാൻ കാരണം നമ്മുടെ സ്വഭാവം തലതിരിഞ്ഞു പോയത് കൊണ്ടാ, നമ്മൾ നന്നാകാത്തത് കൊണ്ടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ ഖുർആനിനെ നിസാരമായി കാണരുത്. അല്ലാഹുവിന്റെ ഖുർആനിനെ നിസാരമായി കാണരുത്. പടച്ചവനെ, വലിയ പ്രതിഫലമുള്ള കാര്യമാണല്ലോ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. നിങ്ങൾ പറയും, ഉസ്താദേ, ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ല. നിനക്ക് കാണാൻ കാഴ്ചയുണ്ടല്ലോ, ഖുർആൻ കാണാൻ പറ്റുമല്ലോ, ഖുർആൻ എടുക്കാൻ പറ്റുമല്ലോ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, 5 കാര്യങ്ങളിലേക്ക് നോക്കുന്നത് ഇബാദത്തിന്റെ കൂലിയാ. 5 കാര്യങ്ങളിൽ നോക്കുന്നത് ഇബാദത്തിന്റെ കൂലി കിട്ടുന്ന കാര്യമാ. അതിലെ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയമുണ്ടല്ലോ. ഇബ്രാഹിം നബിയും തന്റെ പ്രിയപ്പെട്ട പൊന്നുമകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അവര് പണിത കഅബാലയമുണ്ടല്ലോ. സ്വർഗ്ഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന കല്ലുകൊണ്ട് അലങ്കരിച്ച കഅബയുണ്ടല്ലോ. ആ കഅബാലയത്തിലേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യൻ നോക്കിയിരുന്നാൽ അവൻ ഇബാദത്തിന്റെ കൂലിയാ, അവൻ ഇബാദത്തിന്റെ കൂലിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുകയാ, പടച്ചവനെ, നിന്നെ നൊന്ത് പ്രസവിച്ച നിന്റെ മാതാവുണ്ടല്ലോ, 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച പെറ്റ ഉമ്മയുണ്ടല്ലോ. ആ ഉമ്മയുടെ മുഖത്ത് നോക്കൂ, ആ ഉമ്മയുടെ മുഖത്ത് നോക്കൂ. ഉമ്മാടെ മുഖത്ത് നോക്കുന്നത് ഇബാദത്തിന്റെ പ്രതിഫലം കിട്ടുന്ന കാര്യമാ. മൂന്നാമതായിട്ട് മുത്തുനബി പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമുണ്ടല്ലോ, വിശുദ്ധമായ ഖുർആനുണ്ടല്ലോ. ആ വിശുദ്ധമായ ഖുർആൻ നിനക്ക് ഓതാൻ അറിയില്ലെങ്കിലും നോക്കാൻ അല്ലാഹു കാഴ്ച തന്നിട്ടുണ്ടല്ലോ. നോക്കൂ വാപ്പാ, നോക്കിക്കൊണ്ടിരിക്കു പെങ്ങള്, നിനക്ക് അല്ലാഹു ഇബാദത്തിന്റെ കൂലി തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതാൻ മടിയാണ്. നമ്മളിൽ പലരും ഖുർആൻ ഓതുന്നവരാണ്, പക്ഷേ കാണാതെ ഓതുന്നവരാ കൂടുതൽ പേരും. മൊബൈൽ നോക്കിയിട്ട് ഓതുന്നവരാണ് അധികം പേരും. എങ്കിലും പെങ്ങള്, അല്ലാഹുവിന്റെ ഖുർആൻ കാണാതെ ഓതല്ലേ.
നിങ്ങൾ കണ്ടോതണേ. അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ എടുത്തിട്ട് നിനക്ക് യാസീൻ ഓതാൻ അറിയുന്നവനാ എങ്കിലും ഓതുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഖുർആൻ എടുത്തു വെച്ച് കണ്ടുകൊണ്ടോതുവാപ്പാ. ഖുർആൻ എല്ലാവർക്കും ഓതാൻ അറിയാൻ ചില സൂറത്തുകൾ, എന്നാലും നമ്മൾ മൊബൈൽ നോക്കിയിട്ട് ഓതും, നമ്മൾ കാണാതെ ഓതും. എങ്കിൽ ഖുർആൻ കണ്ടുകൊണ്ട് ഓതണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഖുർആൻ കണ്ടുകൊണ്ട് വേണം ഓതാൻ. കാരണം ഖുർആൻ കണ്ടുകൊണ്ട് ഓതിയാൽ കിട്ടുന്ന പ്രതിഫലം ഇബ്ലീസിന് ഇതിനേക്കാളും വേദനയുള്ള ഒരു കാര്യമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരാൾ ഖുർആൻ കണ്ടു ഓതുക, കയ്യിൽ എടുത്തു വെച്ചിട്ട് യാസീൻ ഓതുമ്പോ ഇബ്ലീസിന് ഇതിനേക്കാളും വേദനയുള്ള ഒരു കാര്യമില്ല. അത്രയ്ക്കും സങ്കടമാണ് ഇബ്ലീസിന് ഒരാൾ ഖുർആൻ ഓതുന്നത്. അതുകൊണ്ട് സഹോദര, ഖുർആനിൽ നോക്ക് ഇബാദത്തിന്റെ കൂലി, ഖുർആനിൽ നോക്ക് കണ്ണിന്റെ അസുഖം മാറും, കണ്ണിന്റെ കാഴ്ച ശക്തി നഷ്ടപ്പെടൂല. ഖുർആനിൽ നോക്കി ഓത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹു നിന്നെ കഴുതയോട് ഉപമിച്ച് കളഞ്ഞു. ആ ഖുർആൻ പറയുന്നത് അനുസരിക്കാത്ത മനുഷ്യനെ അള്ളാഹു കഴുതയോടാണ് ഉപമിച്ചത്. അഞ്ചാമത്തെ കാര്യം, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, മുൻ സമുദായങ്ങളിൽ വന്നതുപോലെയുള്ള വിപത്ത്, അദാബുകൾ നിന്നെ തേടി വരും. നിന്റെ മുൻഗാമികൾക്ക് വന്നതുപോലെയുള്ള അതിനോട് യോജിച്ചു വരുന്ന അദാബുകൾ നിന്നെ തേടി വരും. എന്തു ചെയ്യുമ്പോ? ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് നീ നിസ്സാരമാക്കുമ്പോ. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരെണ്ണം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നിനക്ക് ഇടുക്കമുള്ള ജീവിതം തരുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. ദുനിയാവിലും അള്ളാഹ് നിന്നെ ഇടുക്കും. സമാധാനമില്ല, സന്തോഷമില്ല, ഞെരുക്കമുള്ള ജീവിതം. നിനക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്നുമില്ല. നിനക്ക് അള്ളാഹു എന്തൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ഈ ദുനിയാവിലും അള്ളാഹ് നിന്നെ വെറുതെ വിടത്തില്ല, ആഖിറത്തിലും നിന്നെ വെറുതെ വിടത്തില്ല. അള്ളാഹ് നിന്നെ വേദനിപ്പിക്കും, അള്ളാഹു നിന്നെ ഇടുക്കും, നിന്നെ പ്രയാസപ്പെടുത്തും, നിന്റെ സമാധാനം കളയും, നിന്റെ സന്തോഷം കളയും. എന്തുകൊണ്ട്? അള്ളാഹുടെ കലാമിനെ ധിക്കരിച്ചതുകൊണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് തന്നെയാണ് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ വീടിനകത്ത് സമാധാനമുണ്ടോ? എല്ലാവരും ചോദിക്കുന്നത്, ഉസ്താദ് വീട്ടിൽ സമാധാനമില്ല, വലിയ കൊട്ടാരം പണിത് വെച്ചിട്ടും വീടിനകത്ത് സമാധാനമില്ല. കാരണം എന്തെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ വീടിന്റെ അകത്ത് സമാധാനം കിട്ടാത്തതിന്റെ ഒന്നാമത്തെ കാരണം എന്തെന്നറിയോ? സൗദി അറേബ്യ പോയിട്ട് വന്നപ്പോ ഒരു 10 ഖുർആൻ കൊണ്ടുവന്നിട്ടുണ്ട്. മിക്കതാതെ എന്തുവാടാ വയല് കേൾക്കാൻ വന്നവർക്കാണോ? നിന്റെ വകയാണോ ചായ? പറയണ ഉസ്താദിനൊന്നുമില്ലേ? കുടിച്ചോ. നിന്ന് കുടിക്കല്ലേ, ഇരുന്ന് കുടിക്ക്. നിന്ന് കുടിക്കരുത്. നിന്ന് കുടിക്കുന്നവന് മരുന്നുകളില്ലാത്ത രോഗം അല്ലാഹു തരും. കൊറോണയ്ക്ക് മരുന്നുണ്ടോ? ഉണ്ടോ? വാക്സിൻ അടിച്ചാൽ രക്ഷപ്പെടുവോ? ആര് പറഞ്ഞു? അത് അടിച്ചിട്ടാ പലരും മൂലയെ കിടക്കണത്. ഭാവിയിൽ അറിയാം. വാക്സിൻ അടിച്ചതിന്റെ ഒക്കെ ഫലം ഭാവിയിൽ അറിയാം. മൂന്നാമത്തെ രോഗം വരുന്നു. ഇപ്പൊ പറയുക 45% സാധ്യതയുണ്ടെന്ന്. നാലിച്ചുയ്ക്ക്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വരണമെങ്കിൽ വരും, മരിക്കണമെങ്കിൽ മരിക്കും, കൊണ്ട് കുഴിച്ചിടും. അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹ് നിന്നെ വെറുതെ വിടത്തില്ലടാ. ഈ കല്ലിങ്കാലിലെ ഏറ്റവും വലിയ സമ്പന്നനാണെങ്കിലും വീടിനകത്ത് കിടന്ന നീ ഉറങ്ങൂല. ഭാര്യയുടെ മുഖത്ത് നോക്കിയാൽ നിനക്ക് സമാധാനം അള്ളാഹ് തരൂല. ചിരിച്ചു കളിച്ചുകൊണ്ട് നിന്റെ മക്കള് വീടിന്റെ മുന്നിൽ ഓടി നടന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് തന്നാലും നിന്റെ ഹൃദയത്തിന്റെ അകത്ത് കണ്ണിന് കുളിർമ അല്ലാഹു തരൂല. അള്ളാഹ് നിന്നെ ഇടുക്കും. നീ അള്ളാനെ മറന്നവനാ. അള്ളാന്റെ ഖുർആനിനെ നീ നിസ്സാരമാക്കി കണ്ടവനാ. നിന്നെ അള്ളാഹ് വെറുതെ അങ്ങ് സുഖിക്കാൻ വിടുവോ? ഇല്ല. അള്ളാഹ് നിന്നെ ഇവിടെ ഇട്ട് വരിച്ചു മുറുക്കും. ഈ ദുനിയാവിലിട്ട് അള്ളാഹു നിന്നെ വരിച്ചു മുറുക്കും. നാളെ പരലോകത്ത് നിന്റെ അവസ്ഥ അങ്ങനെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തേ അതിന്റെ കാരണം?
സൗദിയിൽ പോയിട്ട് വന്നപ്പോൾ ഒരു 5 ഖുർആൻ കൊണ്ട് വന്നിട്ടുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ അലമാരിക്കകത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ചോദിച്ചാൽ പറയും ഇത് ഹജ്ജിന് പോയിട്ട് വന്നപ്പോൾ, ഇത് ഉംറയ്ക്ക് പോയിട്ട് വന്നപ്പോൾ കൊണ്ടുവന്നതാ. പരിശുദ്ധമായ ഖുർആൻ കൊണ്ടുവന്നിട്ട് വീടിന്റെ അലമാരിക്കകത്ത് നിരത്തി വെച്ചിട്ടുണ്ട്. തുറന്നിട്ട് എത്ര നാളായി? ആ ഖുർആൻ തുറന്നു നോക്കിയ ഒരു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എടാ, നിന്റെ വീടിനകത്തിരുന്നിട്ട് ആ ഖുർആൻ തന്നെ പ്രാവുക. ആ ഖുർആൻ തന്നെ നിന്റെ വീടിനകത്തിരുന്നിട്ട് നിന്നെ ശപിക്കുകയാ. അല്ലാ, ഒന്ന് തുറന്നു പോലും നോക്കണില്ല. അല്ലാ, ചെലന്തി വല അടിച്ചു പടച്ചവനെ തുടക്കണില്ല. അല്ലാ, ചെലന്തി വല എന്നല്ലേ പറയാ? അതിന് വേറെന്തോ പറയത്തില്ലേ ഇപ്പൊ ഇവിടെ? സുബ്ഹാനല്ലാഹ്, ഞാൻ പറയണില്ല. എന്താ വല? എന്താ അത്? ഏതൊരു തമിഴ് സിനിമയല്ലേ, അണ്ണാമല. ഞാൻ ഈ അടുത്തൊരു വീട്ടിൽ പോയി. ഒരു വീട്ടിൽ പോയപ്പോ എന്തോ വലിയ പ്രയാസത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഖുർആനിലെ ഒരു ആയത്ത് പറഞ്ഞു കൊടുത്തു ഓതാൻ. അള്ളാന്റെ ഖുർആനിലെ ഒരു ആയത്ത് ഓതാൻ പറഞ്ഞു കൊടുത്തപ്പോ, ഉസ്താദെ എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞു, എന്നാ ഖുർആൻ ഇങ്ങെടുത്തോണ്ട് വാ, ഖുർആൻ ഇങ്ങെടുത്തോണ്ട് വാ, ഞാൻ കാണിച്ചു തരാം. സുബ്ഹാനല്ലാഹ്, ഖുർആൻ എടുത്തോണ്ട് വരുന്ന രംഗം കാരണം ഇങ്ങനെ തട്ടുക. ഖുർആൻ എടുത്തുകൊണ്ട് വരുമ്പോ ഇങ്ങനെ തട്ടുന്നുണ്ട്. പടച്ചോൻ എന്റെ കൈയെ കൊണ്ടു. ഞാനത് തുറന്നപ്പോ സുബ്ഹാനല്ലാഹ്, ഉറുമ്പ് ഇങ്ങനെ മണ്ണ് വെക്കൂലേ, ഉറുമ്പ് ഇങ്ങനെ ഖുർആൻ മണ്ണ് അതിനകത്ത്. സുബ്ഹാനല്ലാഹ്, നാലിച്ചോയ്ക്ക് അതിന്റെ സൈഡ് മുഴുവനും പോയി തിന്നിട്ട്. അള്ളാന്റെ ഖുർആനിന്റെ അവസ്ഥയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുർആൻ വീടിനകത്തിരുന്നിട്ട് നിന്നെ ശപിച്ച നീ എങ്ങനെ രക്ഷപ്പെടും? അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ല പറയുന്നത് അനുസരിച്ചാൽ മാത്രമേ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തൂ. ഇടുക്കം നിന്നെ എടാ, ഭക്ഷണമില്ല, ദാരിദ്ര്യം, പ്രയാസം, രോഗം, അള്ളാഹുവേ മനസ്സമാധാനമില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ല പ്രയാസപ്പെടുത്തും. മഹാനായി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അടങ്ങുന്ന സഹാബത്ത് കാണാൻ പോയി. സഹാബത്ത് കാണാൻ പോയിട്ട് പാവപ്പെട്ടവനായ ഇബ്നു മസ്ഊദ് തങ്ങള് മരിക്കാൻ കിടക്കുന്ന സമയത്ത് കുറച്ചു പൈസ സ്വരൂപിച്ചു കൊണ്ടുപോയിട്ട് മഹാനവറുകളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് സ്വീകരിക്കണം, മക്കളൊക്കെ വളർന്നു വരുവല്ലേ, കല്യാണമൊക്കെ കഴിച്ചു കൊടുക്കണ്ടേ, അതിനു വേണ്ടിയാ ഇന്ന. പടച്ചവനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, എനിക്ക് വേണ്ട ഉസ്മാനെ, എന്റെ മക്കളുടെ കാര്യം ഓർത്തിട്ട് നീ സങ്കടപ്പെടണ്ട, എന്റെ പെൺമക്കളുടെ വിവാഹത്തിന്റെ കാര്യം ഓർത്തിട്ട് നീ സങ്കടപ്പെടണ്ട, എന്റെ മക്കളുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. അൽഹംദുലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഏത് വീടിനകത്താണോ സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നത്, ആ വീട്ടിൽ അല്ലാഹു ഒരിക്കലും ദാരിദ്ര്യം കൊടുക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാ, എന്റെ പെമ്മക്കൾ എല്ലാ ദിവസവും സൂറത്തുൽ വാഖിയ ഓതുന്നുണ്ട്, അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ എനിക്ക് പേടിയില്ല. ആ മക്കളുടെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എനിക്കൊരു പേടിയുമില്ല. എന്റെ വീട്ടിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല. കാരണം സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ വാഖിയ എന്റെ വീടിനകത്ത് ഓതുന്നുണ്ട്. നമ്മുടെ വീടിനകത്തോ ഈ അടുത്തൊരു ചെറുപ്പക്കാരന്റെ കടയിൽ പോയി, ഉസ്താദെ കച്ചവടമൊന്നുമില്ല, വലിയ നഷ്ടത്തില്ല. ഞാൻ പറഞ്ഞു, മോനെ യാസീൻ ഓതണം കേട്ടോ. ഓതാറുണ്ട് ഉസ്താദെ, എല്ലാ ദിവസവും കട തുറന്നുടനെ യാസീൻ ഓതാറുണ്ട്. ഞാൻ ചോദിച്ചു, ആരോതാറുണ്ട്? മൊബൈൽ ഓതാറുണ്ട് ഉസ്താദെ. അവന്റെ മൊബൈൽ കടയ്ക്കകത്ത് കയറി കഴിഞ്ഞാൽ പടച്ചോനെ ഓണാക്കി വെക്കുക, മൊബൈൽ അങ്ങ് ഓണാക്കി വെക്കും, മൊബൈൽ യാസീൻ ഓതുന്നുണ്ട്. അപ്പൊ മൊബൈലിന് ബർക്കത്തിട്ടു, ഓന് ബർക്കത്തിട്ടുന്ന കാര്യം എങ്ങനെ? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കൂ, ഖുർആൻ നിസ്സാരമല്ല സഹോദര, അത് നിസ്സാരമായിട്ട് കാണേണ്ട ഒരു കാര്യമല്ല. അള്ളാഹുടെ കലാമ്, അള്ളാഹുവിന്റെ കലാമിനെ ആദരിക്കണം, ബഹുമാനിക്കണം. നിന്റെ ചെവി കയറാത്ത അബൂജഹല്, ഉത്തുബത്ത്, ഷൈബത്ത്, ഇവരൊക്കെ ആരാ? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുക്കളാ. ഇവര് പകല് മുഴുവനും പറയും, മുഹമ്മദ് പറയുന്നത് കേൾക്കരുത്, മുഹമ്മദ് ഓതുന്നത് കേൾക്കരുത്, ചെവിയിൽ കൈയിട്ടിട്ട് നടക്കണമെന്ന്. എന്നാൽ ഒരു ദിവസം രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീടിന്റെ ഭാഗത്ത് ഇവര് 3 പേര് ഒളിച്ചിരിക്കുകയാണ്. ഇവര് 3 പേരും പതുങ്ങിയിരിക്കുന്നു. അപ്പൊ ഇവരിങ്ങനെ എഴുന്നേറ്റ് പോകുമ്പം എല്ലാരും കണ്ടു, എന്താ ഇവിടെ വന്നത്?
ഈ മുഹമ്മദ് ഓതുന്നത് കേൾക്കാൻ എന്ത് രസമാണെന്നറിയാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീടിനകത്തിരുന്ന് ഖുർആൻ ഓതുമ്പോ അത് കേൾക്കാൻ വേണ്ടി വന്നതാ. ഇവന്മാരാ പകല് കേൾക്കരുതെന്ന് പറയണേ. അപ്പൊ ചോദിച്ചു, നമ്മളല്ലേ നാട്ടുകാരോട് ഇത് കേൾക്കരുതെന്ന് പറയുന്നത്, അതുകൊണ്ട് ശരിയല്ല, ഇനി ആരും വരരുത് കേട്ടോ. പിരിഞ്ഞുപോയി. പിറ്റേ ദിവസവും വന്നു. നിങ്ങൾ ചിന്തിക്ക്, അബൂജഹല് പോലും ഖുർആൻ കേൾക്കുമായിരുന്നു. നമ്മളോ അബൂജഹല് പോലും പരിശുദ്ധമായ ഖുർആൻ ഓതുന്നത് കേൾക്കാൻ വരും. നമ്മൾ മുസ്ലിമീങ്ങൾ നമ്മുടെ അവസ്ഥ ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് യാസീൻ ഓതിയവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ, വാക്യ ഓതിയവര് പൊക്കിക്കേ, സജദ ഓതിയവര് പൊക്കിക്കേ, സൂറത്തുൽ മുൽക്ക് ഓതിയവര് പൊക്കിക്കേ. നിസ്കരിച്ചപ്പോഴല്ലാതെ ഒരു സൂറത്തെങ്കിലും ഓതിയവര് കൈപൊക്കിക്കേ. നിസ്കരിച്ച സമയത്തല്ലാതെ ഒരു കുൽഹുള്ളയെങ്കിലും ഓതിയവര് കൈപൊക്കിക്കേ. സീറ്റിന് നല്ല ഉറപ്പില്ലേപ്പാ, വീഴത്തില്ലല്ലോ. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മൾ ആ സ്വർഗത്തിൽ പോണ കാത്തിരുന്നോ? നമുക്ക് വേണ്ടിയാ അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നത്. പത്രം വായിച്ചോ? ഇന്ന് മലയാള മനോരമ, ചന്ദ്രിക, മാധ്യമം, പിന്നെ പറ്റണ എല്ലാം വായിച്ച സ്ഥാതെ. ഖുർആൻ തൊട്ടിട്ടില്ല ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇന്ന് കൈകൊണ്ട് തൊട്ടോ? ഒന്ന് കൈവക്ക്. ഖുർആൻ കൈകൊണ്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ കൈവക്ക്. അള്ളാഹു അഅലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നോട്ട് കെട്ടെടുത്തോ? പൈസ എടുത്തോ? അതാ നിനക്ക് എങ്ങനെ അള്ളാഹു നിന്നെ വെറുതെ വിടും? അള്ളാഹു നിനക്ക് എങ്ങനെ നല്ല ജീവിതം തരും? പാപ്പ, ഞാൻ കളിയാക്കിയതോ കുറ്റപ്പെടുത്തിയതോ അല്ല. നീ നിന്റെ തെറ്റു മനസ്സിലാക്ക്. എന്ന് പറഞ്ഞാൽ അതല്ലേ, നീ നിന്റെ തെറ്റു മനസ്സിലാക്ക്. നിനക്ക് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന നാശം നീ മനസ്സിലാക്ക്. എങ്ങനെ നീ രക്ഷപ്പെടാനാ? അള്ളാഹുടെ കലാമ്, പരിശുദ്ധമായ ഖുർആൻ അറിയൂ നിനക്ക്? ആ ഖുർആൻ കേട്ടപ്പോഴാ പലരും നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചുപോയത്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടപ്പോഴാ പലരും നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചുപോയി. അറ്റാക്ക് വന്നത്. നമുക്ക് അറ്റാക്ക് വരും കൊഴുപ്പ്, കൊളസ്ട്രോൾ കൂടിയിട്ട്. മട്ടനും ചിക്കനും ബീഫും തിന്ന് കൊഴുപ്പ് കൂടിയിട്ട് ഞാനും നിങ്ങളും അറ്റാക്ക് വന്ന് ചാവും ഇല്ലേ? എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് അറ്റാക്ക് വന്ന് മരിച്ചുപോയി. നമ്മൾ ചിന്തിക്ക്, എന്തുകൊണ്ട് നമ്മളെ കൊണ്ട് കഴിയുന്നില്ല? ഏതെങ്കിലും ഒരു പെണ്ണ് കരയുമോ ഖുർആൻ കേട്ടാ? ഏതെങ്കിലും ഒരു ഉമ്മയുടെ കണ്ണ് നിറയുമോ ഖുർആൻ കേട്ടാ? സീരിയൽ കണ്ടാ കരയും. സീരിയൽ കണ്ടാലിരുന്ന് കരയുന്ന ഉമ്മമാരെ കാണാം. ഞാൻ ഈ അടുത്ത് ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുക, ജനശതാബ്ദിക്ക് കണ്ണൂരിൽ നിന്ന് രാവിലെ 4:50 കയറി. പടച്ചനെങ്ങനെ ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു സീറ്റിനകത്ത് ഇരുന്നിട്ട് ഒരു 10-40 വയസ്സ് വരും ഒരു മുസ്ലിം സഹോദരി ഇരുന്ന് കരയുകയാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, സാധു ആരെങ്കിലും മരിച്ചിട്ടുണ്ടാകും, ആരെങ്കിലും മരിച്ചതാകും. കാരണം ഫോൺ ഇങ്ങനെ വരുന്നുണ്ട്. ഒരുപാട് നേരം ഹാപ്പി ആയിട്ടിരുന്ന താത്തായ പെട്ടെന്നാണ് കരച്ചിൽ തുടങ്ങിയത്. പാവം ഇങ്ങനെ മൂക്ക് പിഴിയുന്നുണ്ട്, പാവം. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, പടച്ചവന് ആരെങ്കിലും മരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യ രോഗങ്ങളോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകും, ഇതിന്റെ സങ്കടത്തിൽ കരയായിരിക്കും എന്ന് വിചാരിച്ചു മിണ്ടാതിരുന്നു. അവസാനം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുമ്പോ, എന്റെ സ്റ്റോപ്പിൽ ഇറങ്ങാൻ വേണ്ടി ഞാനിങ്ങനെ നടന്നു പോകുമ്പോ നോക്കുമ്പോ ഈ താത്ത സീരിയൽ കണ്ടിട്ടിരുന്ന് കരയുകയാ. സത്യമായിട്ടും ട്രെയിനിനകത്ത് പരസ്യമായിട്ട്. അള്ളാന്റെ ഖുർആൻ ഓതിയിട്ട് ഒരിക്കലെങ്കിലും എന്റെയോ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് കേട്ടിട്ടോ ഓതിയിട്ടോ എന്റെയോ നിങ്ങളുടെ ആരുടെയെങ്കിലും കണ്ണ് നിറഞ്ഞിട്ടുണ്ടോ? നിറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പരാജയപ്പെട്ടു. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു കാക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കണ്ണ് നിറഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആരാ പറയുന്നത്? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. ഞാനല്ല പറഞ്ഞത്, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സ്വഹാബാ, നിങ്ങൾ ഖുർആൻ ഓതണേ സ്വഹാബാ.
അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ് നിവേദനം ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സ്വഹാബാ നിങ്ങൾ ദുആ നിങ്ങൾ ഖുർആൻ ഓതുമ്പോ നിങ്ങൾ ഖുർആൻ ഓതുന്ന സമയത്ത് കരയണേ, കരച്ചിൽ വരുന്നില്ലേ, നിങ്ങൾ അഭിനയിക്കണേ സ്വഹാബാ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്ത് ഇങ്ങനെ കൂടിയിരിക്കുമ്പോ പ്രവാചകൻ സ്വഹാബികളുടെ ഇടയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, സ്വഹാബാ തൂ സൂറത്തു തകാസുർ സഹാബാ. ഒരു സ്വഹാബിയുടെ കയ്യിൽ പരിശുദ്ധമായ ഖുർആൻ ഇരിപ്പുണ്ട്. പ്രവാചകൻ പറഞ്ഞു, സൂറത്തു തകാസുർ ഓതാൻ. പടച്ചവനെ, സ്വഹാബി അവിടുന്ന് ഓതാൻ തുടങ്ങുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് കരയാൻ തുടങ്ങി, അല്ലാഹുവിന്റെ റസൂൽ കരയാൻ തുടങ്ങി. പ്രവാചകന്റെ കണ്ടടത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. പടച്ചവനെ ബോധിക്കഴിഞ്ഞപ്പോ തന്റെ ചുറ്റുഭാഗത്തിരിക്കുന്ന സ്വഹാബികളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ എന്തേ നിങ്ങൾ കരയാത്തത്, എന്തേ നിങ്ങൾ കരയാത്തത്? കരച്ചല് വരുന്നില്ല നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ രണ്ടാമതും പറഞ്ഞു സൂറത്തോതാറ്. പിന്നെയും ഓതുകയാണ്. റസൂലുള്ള കരയുകയാ, താടിരോമത്തിലൂടെ കണ്ണുനീര് ഒഴുകുകയാണ്. പ്രവാചകന് കരയുന്നത് കണ്ടപ്പോ ചില സ്വഹാബികൾ കരഞ്ഞു, ചില സ്വഹാബികൾ കരഞ്ഞു, ചിലര് കരഞ്ഞില്ല. ഓതി തീർത്തു കഴിഞ്ഞപ്പോ പ്രവാചകൻ പിന്നെയും ചോദിക്കുന്നു, സ്വഹാബാ എന്തേ നിങ്ങൾ കരയാത്തത്? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ കരച്ചല് വരുന്നില്ല നബിയേ, കരച്ചല് വരുന്നില്ല നബിയേ. സ്വഹാബാ അഭിനയിക്ക് സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അഭിനയിക്ക്. കരച്ചല് വരുന്നില്ലേ, കരച്ചല് വരുന്നില്ലേ, കരയുന്നവരെ പോലെ അഭിനയിക്ക്. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന ബാപ്പാ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ സ്വർഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങന്മാര്, സ്വർഗത്തിൽ പോകാറുള്ള ഒരു എളുപ്പവഴി പറയട്ടെ, സ്വർഗത്തിൽ പോകാറുള്ള എളുപ്പവഴി പറയട്ടെ, പാപം പൊറുക്കാറുള്ള വഴി പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനില് സൂറത്തു തകാസുർ ഉണ്ടല്ലോ, വെറുതെ ഓതിയാ പോരാ. അല്ലാഹുമുത് തകാസുർ ഹത്താ സുറത്തുൽ മഖാബിർ. ഈ സൂറത്ത് വെറുതെ ഓതിയാ പോരാ. ഇതോതുമ്പോ കരയടേ, ഇതോതുമ്പോ കരയടേ. ഇല്ലെങ്കിൽ നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന സുമ്മ കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ ലതറവുന്നൽ ജഹീമ സുമ്മ ലതറവുന്നഹാ ഐനൽ യഖീൻ സുമ്മ ലതുസ്അലുന്ന യൗമ ഇദിൻ അനിൻ നഈം. ഈ സൂറത്ത് ഓതുമ്പോൾ നീ കരയണം, കരച്ചിൽ വരുന്നില്ലേ, അഭിനയിക്ക്, നീ രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഓതുവോ, ഓതുവോ, പറയാൻ മടി, ഓതുവോ, ഉറക്കപ്പറ, ഓതുവോ, അഭിനയിക്കുവോ? സിനിമയിലല്ല, ജീവിതത്തിലല്ല, ഖുർആനിലെ ഈ സൂറത്ത് ഓതുമ്പോൾ കരയുന്നവനെ പോലെ അഭിനയിക്കണം. കരയാൻ നമ്മളെ കൊണ്ട് പറ്റൂല. ഈ സൂറത്ത് ഓതുന്ന സമയത്ത് ആത്മാർത്ഥമായി കരയാൻ നമ്മളെ കൊണ്ട് പറ്റൂല, പക്ഷെ അഭിനയിക്കാൻ പറ്റും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇനി പറ, അഭിനയിക്കുവോ? കൈപൊക്കിക്കേ. ഈ സൂറത്ത് ഓതുമെന്ന് നിയത്ത് ചെയ്യുന്നവർ കൈപൊക്ക്. കൈപൊക്കാത്തവനുള്ള ശിക്ഷ ഞാൻ ഇപ്പൊ പറയും. നെഞ്ചു പൊട്ട് നീ ഇവിടെ ഇരുന്ന് വേണമെങ്കിൽ പൊക്കിക്കോ. ഓതാമെന്ന നിയ്യത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്, ദുആ ചെയ്യട്ടെ. അല്ലാഹുവേ, ആരെല്ലാം ഈ സദസ്സിലിരുന്നു കൊണ്ട് ഖുർആനിലെ
10 ആയത്തുള്ള ഒരു സൂറത്ത് ഓതാൻ പറഞ്ഞപ്പോ ഓതാമെന്ന് നിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹുവേ, ഈ കൈ പൊക്കിയവർക്ക് നീ ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ, ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഷഹീദിനെ പോലെ മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ ഉയർത്തിയ കൈ കൊണ്ട് ഹൗദിൽ കൗസർ വാങ്ങിച്ചു കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. നന്മ തിന്മ എഴുതിയ കിതാബ് വലത് കൈ കൊണ്ട് വാങ്ങാൻ നീ ഭാഗ്യം നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, മരിക്കുന്ന കാലം വരെ ആരുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. കൈ പൊക്കാത്ത മനുഷ്യന് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. ആമീൻ പറ. അല്ലാഹു ഓന് ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. അവനെ ഞാൻ പറഞ്ഞില്ലേ, ചില ആൾക്കാരുടെ ഹൃദയത്തിൽ അല്ല സീലടിച്ചു കഴിഞ്ഞു. സിറാജെ, നിന്നെക്കാളും വലിയ കൊലകൊമ്പന്മാര് നോക്കിയിട്ട് ഞാൻ അനങ്ങിയിട്ടില്ല തന്നെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഈ കൈപൊക്കിയവർക്ക് അല്ല തരുന്ന പ്രതിഫലം അറിയോ? ഈ കൈപൊക്കിയവർക്ക് പടച്ചറപ്പ് തരുന്ന പ്രതിഫലം അറിയുമോ? പഠിച്ചിട്ട് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നീ മരിച്ചു കിടക്കുന്ന സമയത്ത് കാണും ഈ കൈപൊക്കിയതിൻ്റെ പ്രതിഫലം. ഈ കൈപൊക്കിയില്ലേ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഈ സൂറത്ത് ഞാൻ കരയുന്നവരെ പോലെ അഭിനയിച്ചിട്ട് ഓതുമെന്ന് തീരുമാനിച്ച നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ മുഖത്ത് കാണാം ഇതിന്റെ പ്രതിഫലം. മരിച്ചു കിടക്കുന്ന സമയത്ത് നിന്റെ മുഖത്ത് കാണും ഇതിന്റെ ഒരു സന്തോഷം. എന്തൊരു ഗ്ലാമർ ആയിരിക്കുമെന്നറിയോ നിനക്ക്? നിന്റെ മുഖത്തൊരു സന്തോഷം, ഒരു പ്രകാശം കാണാം. നിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി കാണാം. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഈ കൈപൊക്കിയിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ, ഈ ഖുർആനിലെ ഈ സൂറത്ത് ഓതുമെന്ന് തീരുമാനിച്ച നിനക്ക് റബ്ബ് തരും മരിക്കുന്ന സമയത്ത്. അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, മരിച്ചു കിടക്കുന്ന സമയത്ത് നിനക്ക് നിന്റെ മയ്യത്ത് കാണാൻ വരുന്നവരുണ്ടല്ലോ, നിന്റെ മയ്യത്ത് കാണാൻ വരുന്നവരുണ്ടല്ലോ, അവര് മുഴുവനും കൊതിക്കുകയാ, അവര് മുഴുവനും കൊതിക്കുകയാ. എന്തിനാ നിന്നെ പോലെ മരിക്കാറ്, നിന്നെ പോലെ ഒരു മരണം തരണേ അല്ലാ എന്നവർ പടച്ചറപ്പിനോട് ദുആ ചെയ്യുകയാ. അതുപോലെ മനോഹരമായ ഒരു മരണമാണ് പടച്ചറപ്പ് നിനക്ക് തരുന്നത്. ഈമാനുള്ള മരണമാ, ഈമാനുള്ള മരണമാ പടച്ചറപ്പേ. മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് സഅദ് റളിയല്ലാഹു തആല അൻഹു. ആ സഅദ് മരിച്ചപ്പോഴാ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്, അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങുകയാണ്. പടച്ചവരെ, സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന സ്വഹാബി ഷഹീദായപ്പോ, സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന സ്വഹാബി ഉണ്ടല്ലോ, അവിടുന്ന് മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. വാപ്പാ, നിന്നെ പോലെ 50 വർഷം മുസ്ലിമായി ജീവിച്ച സഹാബിയല്ല, 40 കൊല്ലം ജീവിച്ചവനല്ല, 30 കൊല്ലം ജീവിച്ചവനല്ല, 25 കൊല്ലം ജീവിച്ചവനല്ല, 20 വർഷം ജീവിച്ചവനല്ല, 15 വർഷം ജീവിച്ചവനല്ല, 10 വർഷം ജീവിച്ചവനല്ല. പടച്ചറപ്പേ, മുസ്ലിമായത് 30ാമത്തെ വയസ്സിലാ. 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി. പടച്ചവനെ, 36 38 പടച്ചവനെ 6 8 വർഷമേ ജീവിച്ചുള്ളൂ. പക്ഷേ ആ സ്വഹാബി മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാ. കാണാമെന്നവർ മുഴുവനും അത്ഭുതപ്പെടുകയാണ്. എന്തൊരു മരണമാണല്ലോ, എന്തൊരു മരണമാണല്ലോ. സഅദിന്റെ മുഖത്ത് വല്ലാത്ത പ്രകാശമാണല്ലോ, എന്തൊരു ചിരിയാ അല്ലാ. മയ്യത്ത് കാണുന്നവര് മുഴുവനും കൊതിക്കുകയാ. അങ്ങനെയുള്ള ഒരു മരണമാണ് അല്ലാഹു കൊടുത്തത്. രണ്ടാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ?
അവിടുത്തെ ജനാസ കുളിപ്പിച്ചിട്ട് ചുമക്കുമ്പോ അല്ലാഹുവേ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല ആ സ്വഹാബിയുടെ ജനാസ അവിടുന്ന് കുളിപ്പിക്കുകയാണ്, അവിടുന്ന് കഫൻ പൊതിയുകയാണ്. പടച്ചവനെ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ എടുത്ത് വെച്ചിട്ട് ജനാസ ചുമന്നുകൊണ്ട് പോകുമ്പോ സഹാബികൾ പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. പലരും പറയുമല്ലോ, ഉസ്താദേ ജനാസ ചുമന്നു കൊണ്ടുപോകുമ്പോ ഒരു വെയിറ്റുമില്ല ഉസ്താദേ, ഒരു ഭാരവുമില്ല ഉസ്താദേ. അതിന്റെ കാരണം എന്താണെന്ന് പഠിച്ചോ? അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബികൾ പറയുകയാ, അല്ലാഹുവിന്റെ റസൂല് തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാണ്. പ്രവാചകനതാ കാലിന്റെ തള്ളവിരൽ കുത്തിയിട്ട് നടക്കുകയാ. സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തേ നബിയേ തള്ളവിരൽ കുത്തിയിട്ട് നടക്കാറുള്ള കാരണമെന്താ? സഹാബത്തേ, 70,000 മലക്കുകൾ ഇറങ്ങി വന്നു സ്വഹാബ. 70,000 മലക്കുകൾ ഇറങ്ങി വന്നു. തിരക്കാണ്, കാലുകുത്താ സ്ഥലമില്ല, കാലുകുത്താ സ്ഥലമില്ല. സഹാബത്ത് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ, ചുമക്കുന്നത് മലക്കുകളാ. സഹാബ കൈവക്കിയ വാപ്പാ, നിന്റെ ജനാസ ചുമക്കുന്നതാരാ? നിസ്കരിക്കാത്ത മോനല്ല, അല്ലാഹുവിനെ നിറഞ്ഞു നടക്കുന്ന കുടുംബക്കാരനല്ല, പടച്ചറപ്പിന്റെ മലക്കുകളാ. മലക്കുകളാ ചുമന്നത്, മലക്കുകളാ ചുമന്നത്. അല്ലാഹുവേ, അതാ ഖബർ കുടിക്കുകയാണ്. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ ഖബറടക്കുന്നതിന് വേണ്ടി ഖബർ കുടിക്കുമ്പോ വല്ലാത്ത ഒരു സുഗന്ധമാ. അങ്ങനെ ചിലരെ ഖബറടക്കാർ ഇവിടത്തെ പള്ളിയിലെ ഖബർ കുടിക്കുന്ന മനുഷ്യനെ അറിയുമെങ്കിലോ നിങ്ങൾ ചോദിച്ചു നോക്കൂ, ആരെയെങ്കിലും ഖബറടക്കുന്നതിന് വേണ്ടി കുടിയെടുത്തപ്പോ വല്ല അനുഭവവും ഉണ്ടായിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരേ, നിന്നെ കുടിച്ചിടുന്നതിന് വേണ്ടി ഖബർ കുടിക്കുമ്പോ ഖബറിലെ മണ്ണിന് പോലും സുഗന്ധമാ. ഖബർ കുടിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അതാ ഖബറിന്റെ പണിയങ്ങ് പൂർത്തിയായപ്പോ അവസാനം മണ്ണ് തുടച്ചെടുക്കുമല്ലോ. ഖബറിന്റെ അടിയിൽ നിന്ന് അവസാനത്തെ മണ്ണിങ്ങനെ തുടയ്ക്കുമല്ലോ. ആ മണ്ണിങ്ങനെ തുടച്ചെടുത്തിട്ട് ആരും കാണാതെ മടിയിൽ വെക്കുകയാ, ആരും കാണാതെ മടിയിൽ വെക്കുകയാ. അല്ലാഹുവേ, അവിടുന്ന് മയ്യത്ത് ഖബറടക്കി. എല്ലാവരും പിരിഞ്ഞു പോയി. ഈ ഖബർ കുടിച്ച മനുഷ്യൻ തന്റെ വീട്ടിൽ ചെല്ലുമ്പോ ആ മണ്ണിനകത്ത് നിന്ന് വല്ലാത്ത സുഗന്ധമടിക്കുകയാ. മണ്ണിന് പോലും സുഗന്ധമാ, മണ്ണിന് പോലും സുഗന്ധമാ. ആ ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, മഹാനായ സഅദ് തങ്ങളെ സ്വപ്നം കാണുകയാണ്. സഅദ് തങ്ങളെ സ്വപ്നം കാണുകയാ. അവിടുന്ന് ചോദിക്കുന്നു, സഅദേ, വല്ലാത്ത മരണമായിരുന്നല്ലോ, മുഖത്ത് ചിരിയായിരുന്നല്ലോ, മുഖത്ത് പ്രകാശമായിരുന്നല്ലോ, അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയല്ലോ, മലക്കുകൾ ഇറങ്ങി വന്നല്ലോ, ജനാസ ചുമന്നല്ലോ, ഖബറിലെ മണ്ണിന് പോലെ സുഗന്ധമായിരുന്നല്ലോ. എങ്ങനെയാ സദാ ഈ പ്രതിഫലം കിട്ടിയത്? എങ്ങനെയാ? എന്ത് നന്മയാ ചെയ്തത്? ഖബർ കുടിച്ചു തന്നത് ഞാനല്ലേ? എനിക്കൊന്നു പറഞ്ഞതാ സദാ
സഅദ് റളിയല്ലാഹു തആല ആ ഖബർ കുടിച്ച മനുഷ്യരോട് പറയുകയാ, എങ്ങനെ വേടിച്ചതെന്നറിയോ? അല്ലാഹു ഇത് തരാനുള്ള കാരണം എന്തെന്നറിയോ? ഞാനോദിയ പരിശുദ്ധമായ ഖുർആനിന്റെയും ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും പ്രതിഫലമാ. ഇത് ചരിത്രമല്ലേ ബാപ്പാ, ഇത് ഹദീസ് പറഞ്ഞതല്ലേ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതുമെന്ന് തീരുമാനിച്ച മനുഷ്യ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, പടച്ചവനേ പരിശുദ്ധമായ ഖുർആൻ മഹാനായ ശദ്ദാദ് ഇബ്നു ഔസ് റളിയല്ലാഹു തആല പറയുകയാ, ഒരാൾ ഖുർആൻ ഓതുന്നത്, ഖുർആൻ നോക്കി ഓതുന്നത് ഇബ്ലീസിന് വലിയ പ്രയാസമുള്ള കാര്യമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവേ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, എന്റെ ഉമ്മത്ത് ചെയ്യുന്ന ഏറ്റവും നല്ല ഇബാദത്ത് എന്തെന്നറിയുമോ? തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പാരായണം ചെയ്യലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവര് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കൂ. അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിക്കൂ. മഹാനായ ഉവൈസ് ഇബ്നു ഉമൈർ റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. മരണത്തിന്റെ വേളയിൽ കിടക്കുമ്പോ അതാ തന്റെ ജനങ്ങൾ ചോദിക്കുകയാ, ഉബൈദ് ഇബ്നു ഉമൈറിനോട് ചോദിക്കുന്നു, നിങ്ങളുടെ ആഗ്രഹമെന്താ? എനിക്ക് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയിട്ട് മരിക്കണമെന്നാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമെന്ന് മഹത്തുക്കൾ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളെ നിസാരമാക്കുന്നവര്, പരിഗണിക്കാത്തവര്, അവഗണിക്കുന്നവര്, നിന്റെ ദുനിയാവും ആഖിറവും അല്ലാഹു ഇടുക്കമാക്കി കളയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, പടച്ച റബ്ബ് നിനക്ക് തരുന്ന ആറാമത്തെ ശിക്ഷ എന്താ? നിന്റെ ദുനിയാവും ആഖിറവും അല്ലാഹു ഞെരുക്കമാക്കുകയാ. ഏഴാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, പടച്ചവനേ ഖുർആൻ ഓതുന്ന മനുഷ്യന് അല്ലാഹു ആ പരിശുദ്ധമായ ഖുർആനിനെ കേട്ടിട്ട് നിസാരമാക്കുന്നവരെ അല്ലാഹു പറയുകയാ, നീ പിശാചിന്റെ അനുയായിയാ, നീ ഇബ്ലീസിന്റെ കൂട്ടുകാരനാ. ഖുർആൻ കേട്ടിട്ട്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് അതിനെ പരിഗണിക്കാത്തവനെ നീ ഇബ്ലീസിന്റെ കൂട്ടുകാരനാ. അല്ലാഹു പറഞ്ഞതാ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ.